ഒറ്റ നിവരിൽ ദൂരമൊന്നും അറിയില്ല, നോക്കാം. ഒരു 1.5 ഇഞ്ച് തിക്ക് വന്നിട്ടുണ്ട്, ഏകദേശം ആറിഞ്ചായി. ഇത് കണ്ടോ, ഇപ്പൊ നമ്മള് ഈ ഭാഗത്തൊന്നും പ്രസ് ചെയ്യുമ്പോ ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ഒരു അൺബോക്സിംഗുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മള് ലൈഫിൽ ചെയ്ത ഏറ്റവും വില കൂടിയ അൺബോക്സിംഗ് ആണ്. എമ മാട്രസ് ആണ്. ഇത് ജർമ്മനി കമ്പനിയാണ്. നിങ്ങളെ ഇത് കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ തുറന്നാൽ എല്ലാം ഇതിന്റെ പരസ്യങ്ങൾ കൊണ്ട് ഹയ്യര് കളിയാണ്. ഒരുപാട് യൂട്യൂബേഴ്സും അതേപോലെ ഡിജിറ്റൽ ക്രിയേറ്റേഴ്സും ഇതിന്റെ പ്രൊമോഷൻ തന്നെയാണ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇത് അത്യാവശ്യം ഫേമസ് എന്ന് തന്നെയാണ് അതിന്റെ ശരിയായ വസ്തുത. ഇത് നിങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ആരും തന്നതല്ല. നമ്മുടെ പോക്കറ്റിലെ സ്വന്തം കാശ് എടുത്ത് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് വേണ്ടി മേടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ദോഷങ്ങളും ഇതിന്റെ നല്ല വശവും പറയാൻ യാതൊരു മടിയും എനിക്കില്ല. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. സ്പ്രിങ് വരുന്ന ടൈപ്പാണ്. വെയിറ്റ് ഒന്നും ഇല്ലാന്നൊന്നും പറയരുത്. ഏകദേശം 31 കിലോയോളം വെയിറ്റ് ഈ സാധനത്തിനുണ്ട്. 99.9% പെയ്ഡ് പ്രൊമോഷൻ ആണ് ഇതിന്റെ കാണാറുള്ളത്. അല്ലാത്തത് ചുരുങ്ങിയതാണ്. അതിലൊന്നായിട്ട് വേണം ഇത് കരുതാൻ. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഇതിന്റെ ഔട്ട്ഡ്രോ പറയുന്നത് എന്തായാലും ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഉപയോഗിച്ചതിന് ശേഷം ആയിരിക്കും. അധികം ഒന്നും പറഞ്ഞ് ലാഘടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓൺലൈനായിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങുവാനുള്ള ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്. അതിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറിൽ പ്രൊഡക്റ്റുകൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. അധികമൊന്നും പറഞ്ഞ് ലാഘടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ എമ മാട്രസ് അൺബോക്സ് ചെയ്ത് കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ മെത്തങ്ങ് പൊട്ടിക്കാം. പൊട്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ അളവ് എങ്ങനെയാ എടുക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ കട്ടിൽ ഇതാണ്. നമ്മൾ മേടിച്ചേക്കുന്നത് 75x60 ആണ്. 75 നീളം. അതേപോലെ തന്നെ കട്ടിലിന്റെ വീതിയാണ് അടുത്തത് കൊടുക്കേണ്ടത് 60 ഇഞ്ച്. അങ്ങനെ 75x60 സൈസ് ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. നിങ്ങൾ മേടിക്കുമ്പോഴും അതേപോലെ സൈസ് നോക്കിയിട്ട് മേടിക്കുക. അതിലിപ്പോ ബ്ലാക്ക് ആണെങ്കിലും ഓർത്തോന്റെ സ്പെഷ്യലൊക്കെ ഉണ്ട്. അത് ആ ടൈപ്പ് ആണെങ്കിലും ഇതേപോലത്തെ ഹൈബ്രിഡ് ആണെങ്കിലും നിങ്ങൾ അങ്ങനെ മേടിക്കുക. ഹൈബ്രിഡ് ആകുമ്പോൾ ഇച്ചിരി വില കൂടുതലാണ്, നല്ല വില കൂടുതലാണ്. വെയിറ്റ് കുറച്ച് കൂടുതലാണ്. സ്പ്രിങ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് കൊണ്ടാണ് അതിന്റെ വെയിറ്റ് കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഭയങ്കര ടൈറ്റ് ആയിട്ട് കംപ്രസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് ഈ സാധനം കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ വീതി ഒന്നും കാണുന്നില്ല. ഇത് അഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കണം. ഇതിനൊരു 5 മണിക്കൂർ പറയുന്നുണ്ട് ഇതൊന്ന് ഡീകംപ്രസ് ആകാൻ വേണ്ടിയിട്ട്. ഒരു സിലിക്ക ജെല്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട് ചെയ്യാനുള്ള ടൂൾ ഉണ്ട്. നമുക്ക് ഇതില്ലെങ്കിൽ നമ്മൾ ബ്ലേഡ് വെച്ചിട്ടും കട്ട് ചെയ്യും. ഇതാകുമ്പോൾ ഇതിന്റെ എഡ്ജ് ഒന്ന് കീറാണ്ടിരിക്കും. അതാണ് ഇതിന്റെ പർപ്പസ് വന്നിട്ട്. അപ്പൊ അങ്ങനെ ഒരു കട്ടർ ഉണ്ട്. 15 വർഷം വാറണ്ടി പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് 100 ദിവസം ഇത് ടെസ്റ്റ് ചെയ്തിട്ട് പറ്റില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാന്നാ പറയുന്നത്. അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അടുത്തായിട്ട് ഇതിൽ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. 21 ദിവസം ആവും നമ്മുടെ ബോഡിയായിട്ട് ഇതൊന്ന് സെറ്റായി വരാൻ. അത് കഴിഞ്ഞിട്ട് 15 വർഷത്തോളം നമുക്ക് നല്ല രീതിയിൽ ഇതിൽ കിടന്ന് ഉറങ്ങാമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ അങ്ങ് പൊട്ടിച്ചു നോക്കാം അല്ലെ. ഇനിയിപ്പോ അവരുടെ ടൂൾ എടുത്തില്ല എന്ന് വേണ്ട, ടൂളിന് തന്നെ നമുക്ക് പൊട്ടിക്കാം. ഓപ്പണിംഗ് ഇവിടെ ചെയ്യാനാണ് പറയുന്നത്. ഒറ്റ നിവരിൽ ദൂരമൊന്നും അറിയില്ല, നോക്കാം. സംഭവം നിവർന്ന് വരുന്നുണ്ട്. ഇത് ഒരു 2 മടക്കായിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നമുക്ക് നീളം ഉണ്ടോന്നും വീതി ഉണ്ടോന്നും മനസ്സിലാകണ്ടിരുന്നത്. നമുക്ക് എന്നാൽ ഇത് നിവർത്തി നോക്കാം. ഇതിന്റെ ടോപ്പ് ലെയർ വന്നിട്ട് അപ്പുറത്തെയാണ്. അപ്പൊ നമുക്ക് തിരിച്ചിടാം. മറ്റേ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്നല്ല, നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ മുട്ട പൊട്ടിക്കാനോ ജ്യൂസ് ഒഴിക്കാനൊന്നും നിൽക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെയുണ്ടെന്നുള്ള റിയൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. ഒരു 1.5 ഇഞ്ച് തിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കവർ പൊട്ടിക്കണം. അവർ തന്നിരിക്കുന്ന ടൂൾസ് വെച്ച് തന്നെ നമുക്ക് പൊട്ടിക്കാം. അങ്ങനെ നിവർന്നു. ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഡീകംപ്രസ് ആയിട്ടുണ്ട്. ശരിക്കും ഇത് മൊത്തം ഡീകംപ്രസ് ആകാൻ വേണ്ടിയിട്ട് ഏകദേശം 5 മണിക്കൂർ വേണമെന്നാണ് പറയുന്നത്. നമ്മൾ 6 ഇഞ്ച് വലിപ്പത്തിലുള്ളതാണ് മേടിച്ചത്. ഏകദേശം 6 ഇഞ്ചായി. കുറച്ചും കൂടെ കാണുന്നുണ്ടാകാൻ വേണ്ടിയിട്ട്. പോക്കറ്റ് സ്പ്രിങ്ങുകൾ കൊടുത്തത് കൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത്. മറ്റേതിൽ ഒരു ഫോമോ വരുന്നുള്ളൂ. ഇതിന്റെ ഏറ്റവും മുകളിലത്തെ ലെയർ വളരെ വായുസഞ്ചാരം സുഗമമാക്കുന്നതിനുള്ള എയർഗോസെൽ ഫോം ആണെന്നാണ് പറയുന്നത്. ഇത് ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പറയുന്നത്. രണ്ടാമതായി ഇതിൽ വന്നിട്ടുള്ള മെമ്മറി ഫോം എന്നാണ്. ഇതിന്റെ തന്നെ ബ്ലാക്ക് മെറ്റയിൽ വരുന്ന ആ ഫോം സ്പ്രിങ് ഉണ്ടാവില്ല
എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആ ഷേപ്പ് ഒക്കെ സെറ്റപ്പ് ആകാനൊക്കെ ഇതിന്റെ ആ ഫോം ആണ്. അതേപോലെ പോക്കറ്റ് റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഗുണവും കൂടെയുണ്ട്. റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗത്ത് കാണാം ഒരു ചെറിയ ബബിൾസ് ഉള്ള പോലെ ഇരുത്. അതുകൊണ്ട് അത് തെന്നി മാറുമൊന്നുമില്ല. നമുക്ക് ഇതിന്റെ കവർ അഴിച്ച് വാഷ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുറന്നൊക്കെ നോക്കാം. അതേപോലെ ഈ മെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിംഗ് പോലെ പെട്ടെന്ന് അങ്ങ് താന്നു പോകുന്നതല്ല. അതുകൊണ്ടാണ് അവർ മുട്ടയൊക്കെ വെച്ചിട്ട് പരീക്ഷണം കാണിക്കുന്നത്. അപ്പൊ അതിനൊതുങ്ങുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ. മറ്റേപോലെ പെട്ടെന്ന് അങ്ങ് താന്നു പോകില്ല. നല്ലൊരു സോഫ്റ്റ് ആയ ഒരു സംവിധാനം തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാധാരണ ആ ബ്ലാക്ക് ബെഡിലേക്ക് വരുന്നത് ഇത് ഹാൻഡിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഹുക്ക് പോലത്തെ ഒരു സംവിധാനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിൽ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിലാണ് അത് വേണ്ടത്. ഇതാണ് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള സാധനം. നല്ല വെയിറ്റ് ഉണ്ട്. മറ്റത് വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണ്. ഇതിന് ആ ഹാൻഡിൽ വെച്ചിട്ട് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിൽ അത് കൊടുത്തിട്ടുമില്ല. നമുക്ക് ജസ്റ്റ് ഇതിന്റെ കവറിംഗ് ഒന്ന് തുറന്ന് ഞാൻ കാണിച്ചുതരാം. ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഷിപ്പിന്റെ ഓപ്പണിംഗ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ഇതിൽ വലിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം. ഈ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. മറ്റത് പെയ്ഡ് പ്രൊഫഷണലൊക്കെ കാണിക്കുന്ന പോലെ അത്രയും സിമ്പിൾ ആയിട്ടൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. 20,000 രൂപ മുടക്കിയ ഇതില് ഒരു സ്ലിപ്പിന്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നൂൽക്കമ്പിക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും കുഴപ്പമില്ല. ആ ഒരു ഡാമേജ് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഹുക്കൊന്നും ഇവർ കൊടുത്തിട്ടില്ല ഇതില്. ഇങ്ങനെയാണ് ഇതിന്റെ ഫോം കാര്യങ്ങളൊക്കെ കാഴ്ചയിൽ വെറും സ്പോഞ്ച് പോലെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതെന്താ ഇതിന്റെ സയന്റിഫിക്കൽ വശം അറിയില്ല. ഇങ്ങനെ 2 ലെയർ ഉണ്ട്. അതിനുശേഷം ഒരു ലെയർ വേറെ 3 ടൈപ്പ് സ്പോഞ്ച് ഫോമുകളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിലായിട്ടാണ് അതിന്റെ സ്പ്രിങ് വരുന്നത്. സ്പ്രിങ് ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. സ്പ്രിങ് പോലെ ഒരു റൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ അടിയിൽ ഒരു ക്ലോത്ത് പോലെയൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതുള്ളത്. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ഫുള്ളി ഡീകംപ്രസ് ആകട്ടെ. എന്നിട്ട് ഞാൻ പറയാം ഇതിലൊന്ന് കിടന്നുറങ്ങിയേക്ക് നോക്കട്ടെ വെറുത്താണോ. ഈ ഫോം കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖം ഫീൽ ചെയ്യുന്നില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിന് സമയം എടുക്കും. ഇതെന്തായാലും ഡീകംപ്രഷൻ ആയി ഇന്നൊരു രാത്രിയും നാളെ ഒരു രാത്രിയും കടന്നിട്ട് അടുത്ത ദിവസം ഔട്ട്ഡ്രോ പറയാം എങ്ങനെയുണ്ട് എന്ന്. ഞാൻ ഇതിന്റെ വെറും സ്പ്രിംഗ് ഉള്ള കിടക്കയിൽ കഴിഞ്ഞ ദിവസം കിടന്നു. ഭയങ്കര മേൽവേദനയായിരുന്നു. ഇതിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. പഴയതിൽ ഭയങ്കര മേൽവേദനയായിരുന്നു. ഇതെങ്ങനെയുണ്ടെന്ന് 2 ദിവസം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഔട്ട്ഡ്രോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇന്നേക്ക് 3ാമത്തെ ദിവസമാണ്. 2 ദിവസമായാലും കിടന്നുറങ്ങി. ഇന്നാണ് ഇതിന്റെ ഈ വീഡിയോന്റെ ഔട്ട്ഡ്രോ നമ്മൾ പറയുന്നത്. യമഹ മാട്രസ് മേടിച്ച് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇവര് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം കമന്റ് ആയിട്ട് എഴുതിയേക്കുക. എന്റെ കുറച്ച് അഭിപ്രായം ഞാൻ ഇതിൽ പറയാം. സംഭവം വളരെ സോഫ്റ്റ് ആണ്. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും അത് ഇറങ്ങി പോകുന്നില്ല. കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളൂ. രാവിലെ അതേപോലെ ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്പ്രിംഗ് മാട്രസിൽ കാണുന്ന പോലെ വല്ലാത്തൊരു കുലുക്കമൊന്നും വരൂല. അതേപോലെ ഇവരൊക്കെ ഇപ്പൊ പറയുന്ന പോലെ അടുത്തൊരാൾ കടന്നു കഴിഞ്ഞാല് ഇളകിയാലും തിരിഞ്ഞാലും അറിയില്ല എന്നൊക്കെ പറയുന്ന പോലെ സ്പ്രിംഗ് മാട്രസിലാണെങ്കിൽ പറഞ്ഞത് ശരിയാ. അങ്ങനെ ഇളവും മറയൊക്കെ ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു കുലുക്കമായിട്ട് വരും. പക്ഷെ നേരെ മറിച്ച് ഇതിൽ വലിയ കാര്യമായിട്ട് വരുന്നില്ല. നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ആ സിപ്പിന് അത് പിടിച്ചു വലിക്കാനുള്ള ഹുക്കൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ബ്ലാക്ക് മാട്രസിൽ ഇതിന് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഹുക്ക് വരുന്നുണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സാധനത്തിൽ ഇത് കൊടുത്തിട്ടില്ല. ഇത്രയും വെയിറ്റ് ഉള്ള സാധനത്തിൽ അവര് കൊടുത്തിട്ടില്ല. മറ്റേതിൽ വെറുതെ എന്തിനോ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു നടുവേദനയൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പഴയ ബെഡിലൊക്കെ കുറവുണ്ട്. ചിലപ്പോ ഇവര് പറയുന്ന പോലെ 21 ദിവസം നമ്മൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ആയിട്ട് ഇത് സെറ്റ് ആവുമായിരിക്കും. എന്തായാലും നല്ല സോഫ്റ്റ് ആണ്. ലെയേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ അയച്ചു കാണിച്ചായിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാനില്ല. അവര് പറയുന്നത് വേറെ എന്തൊക്കെയോ ഭയങ്കര മെറ്റീരിയൽസിന്റെ സയന്റിഫിക്കലായിട്ടുള്ള പേരുകൾ അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എനിക്ക് കാഴ്ചയിൽ അത് വെറും സ്പോഞ്ച് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് ലെയേഴ്സ് ഉണ്ട്, റിങ്ങും ഉണ്ട്, സോഫ്റ്റ് ആണ്. എന്തായാലും നമ്മൾ ആ പൈസ കൊടുത്തതിനുള്ള നമ്മളങ്ങ് വിശ്വസിക്കുകയാണ് അതിനുള്ള ക്വാളിറ്റി ഇതിനുണ്ടാവുന്നത്. എതിരഭിപ്രായം ഉള്ളവർ എന്തായാലും കമന്റ് ആയിട്ട് എഴുതുക. ഇത്രയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇത് മേടിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് മേടിക്കാം. നമ്മുടെ എക്സ്പീരിയൻസ് ഇതാണ്. അതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പൊ നമ്മള് ഈ ഭാഗത്തൊന്നും പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നില്ല. ഇനിയിപ്പൊ നമ്മൾ ഉന്നക്കിടക്കയൊക്കെ കണ്ടില്ല പഴയ പഞ്ഞീന്റെ ആ കിടക്കയിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ് അതിന്റെ ഇത്. അല്ലാണ്ട് അതിൽ കടന്ന് ഡിസ്കോ കളിക്കാനൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ കമന്റ് ആയിട്ട് എഴുതുക. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഷോപ്പിംഗ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തേക്കുക. ആവശ്യമുള്ളവർക്ക് അതിൽ പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓഫറിൽ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് സഹായകരമാവും. അപ്പൊ ഇതുപോലെ അടിപൊളി വിഷയമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അടുത്ത ദിവസങ്ങളിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.